ഐഡന്റിഫൈ ആൻഡ് എക്സ്പ്ലെയിൻ ദ ഡെഫിഷ്യൻസി ആൻഡ് കൺട്രോൾ റെക്കമെൻഡേഷൻ. ഓക്കെ, ഇവിടെ ഡെഫിഷ്യൻസീസും കൺട്രോൾ റെക്കമെൻഡേഷനുമാണ് കൊടുക്കേണ്ടത്. അപ്പൊ മനസ്സിലാക്കുക, നമ്മള് ഡെഫിഷ്യൻസീസ് പറയുന്ന സമയത്ത്, ഇന്റേണൽ കൺട്രോൾ ഡെഫിഷ്യൻസീസ് പറയുന്ന സമയത്ത് ശ്രദ്ധിക്കുക, ഇത് ബിസിനസിന്റെ പെർസ്പെക്റ്റീവിലാണ് ആലോചിക്കേണ്ടത്. ബിക്കോസ് ഇന്റേണൽ കൺട്രോൾ ഡെഫിഷ്യൻസീസ് ഉണ്ടെങ്കിൽ ഇത് മെയിൻലി എഫക്ട് ചെയ്യുന്നത് ആരെയാണ്? ക്ലയന്റിനെയാണ്. അപ്പൊ ക്ലയന്റിന്റെ പെർസ്പെക്റ്റീവിലാണ് പറയേണ്ടത്. ആൻഡ് യു ഹാവ് ടു ടോക്ക് അബൌട്ട് ബിസിനസ് റിസ്ക്, അല്ലാതെ ഓഡിറ്റ് റിസ്ക് അല്ല പറയേണ്ടത്. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇനി എങ്ങനെയാണ് ഇത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത് നോക്കാം. ഡെഫിഷ്യൻസി എഴുതുന്നതിന് 1 മാർക്കാണ്, റെക്കമെൻഡേഷന് അനദർ 1 മാർക്കാണ്. ഓക്കെ, ഡെഫിഷ്യൻസി എന്ത് ചെയ്യണം? ആദ്യം നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം, ഹാഫ് മാർക്ക് കിട്ടും. എക്സ്പ്ലെയിൻ ചെയ്യണം, അടുത്ത ഹാഫ് മാർക്ക് കിട്ടും. ക്ലിയർ ആണല്ലോ? ക്ലിയർ. എങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത് നോക്കാം. എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്? സോ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത് എന്താണ്? നമ്മുടെ ക്ലയന്റിൽ ഉണ്ടാക്കാൻ പോകുന്ന നെഗറ്റീവ് ഇമ്പാക്റ്റ് ആണ് പറയേണ്ടത്. നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് എന്താ പറയണ്ടേ? ആ ഡെഫിഷ്യൻസി, ഇന്റേണൽ കൺട്രോൾ ഡെഫിഷ്യൻസി കാരണം ക്ലയന്റിൽ ഉണ്ടാവുന്ന നെഗറ്റീവ് ഇമ്പാക്ട്. എപ്പോഴാണ് ഡെഫിഷ്യൻസി ഉണ്ടാവുക? ഇന്റേണൽ കൺട്രോൾ ഡെഫിഷ്യൻസി എപ്പോഴാണ് ഉണ്ടാവുക? ഇന്റേണൽ കൺട്രോൾസ് വീക്ക് ആവുമ്പോ, അല്ലെങ്കിൽ ഇന്റേണൽ കൺട്രോൾസ് ഫോളോ ചെയ്യാതിരിക്കുമ്പോഴാണ് അവിടെ ഡെഫിഷ്യൻസി ഉണ്ടാവുക. അപ്പൊ ഇന്റേണൽ കൺട്രോൾസ് മിസ്സിംഗ് ആണെങ്കിൽ, ശ്രദ്ധിക്കേ, ഇന്റേണൽ കൺട്രോൾസ് മിസ്സിംഗ് ആണെങ്കിൽ ദാറ്റ്സ് എ ഡെഫിഷ്യൻസി. അത്രേ ഉള്ളൂ, അല്ലാതെ വലിയ കോംപ്ലിക്കേഷൻ ഇല്ല. ഇന്റേണൽ കൺട്രോൾസ് മിസ്സിംഗ് ആണെങ്കിൽ അത് ഡെഫിഷ്യൻസി ആണ്. ക്ലിയർ ആണല്ലോ? സോ നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത് ഇതാണ്, ഡെഫിഷ്യൻസി കറക്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കും? And you have to state a conclusion as well. എക്സ്പ്ലനേഷൻ 2 കാര്യങ്ങൾ മതി. എന്താണ്? ഡെഫിഷ്യൻസി കറക്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ കമ്പനിയിൽ എന്താണ് നെഗറ്റീവ് ഇമ്പാക്ട് എന്ന് പറയാം. ഓൾസോ ഗീവ് എ കൺക്ലൂഷൻ. എന്താണ് കൺക്ലൂഷൻ എന്ന് പറയുന്നത്? എന്താ കൺക്ലൂഷൻ എന്ന് പറയുന്നത്? ഇവിടെ കൺക്ലൂഷൻ ഇതാണ് കൺക്ലൂഷൻസ്. ഇതിൽ ഏതെങ്കിലും ഒരു കൺക്ലൂഷൻ കൊടുക്കാം. സിറ്റുവേഷൻ നോക്കിയിട്ട് ഇതിൽ ഏതെങ്കിലും ഒരു കൺക്ലൂഷൻ കൊടുക്കാം. ഏത് കൺക്ലൂഷൻ എന്ത് പറയാം നമുക്ക്? കോസ്റ്റ് ഇൻക്രീസ് ആവും, ലോസ് ഓഫ് റവന്യൂ പ്രോഫിറ്റ്, സ്റ്റോളൻ അസെറ്റ്സ് ഉണ്ടാവാം, അല്ലെങ്കിൽ ക്യാഷ് ഫ്ലോസിൽ ഇമ്പാക്ട് ഉണ്ടാവാം, അല്ലെങ്കിൽ മിസ്സ്റ്റേറ്റഡ് എഫ്എസ് അല്ലെങ്കിൽ അണ്ടർസ്റ്റേറ്റഡ് ഓർ ഓവർസ്റ്റേറ്റഡ് എഫ്എസ് പറയാം. എപ്പോഴാ പറയാൻ പറ്റുക? എപ്പോഴാ ഈ 5ാമത്തെ കൺക്ലൂഷൻ പറയാൻ പറ്റുക? എപ്പോഴാണ് നമുക്കിത് പറയാൻ പറ്റുക? ശ്രദ്ധിക്കണേ, പലർക്കും ഉണ്ടാവുന്ന കൺഫ്യൂഷൻ ആണിത്. എപ്പോഴാണ് നമുക്ക് മിസ്സ്റ്റേറ്റഡ് എഫ്എസ് എന്ന് പറയാൻ പറ്റുക? എപ്പോഴാ? നമ്മുടെ ഇന്റേണൽ കൺട്രോൾ ഡെഫിഷ്യൻസി കാരണം എഫ് എസില് ഡയറക്റ്റ് ഇമ്പാക്ട് ഉണ്ടാക്കിയാൽ, ശ്രദ്ധിക്കണേ, ഈ 5ാമത്തെ പോയിന്റ് നമുക്ക് എപ്പോഴാണ് പറയാൻ പറ്റുക? മിസ്സ്റ്റേറ്റഡ് എഫ് എസ് അല്ലെങ്കിൽ അണ്ടർസ്റ്റേറ്റഡ് അല്ലെങ്കിൽ ഓവർസ്റ്റേറ്റഡ് എഫ് എസ് എപ്പോഴാണ് പറയാൻ പറ്റുക? എപ്പോഴാ? എഫ് എസില് ഡയറക്റ്റ് ഇമ്പാക്ട് ഉണ്ടാക്കുകയാണെങ്കിൽ, എന്നുവെച്ചാൽ ഇന്റേണൽ കൺട്രോൾസ് ഡെഫിഷ്യൻസി കാരണം എഫ് എസിൽ ഡയറക്റ്റ് ഇമ്പാക്ട് ഉണ്ടാക്കുകയാണെങ്കിൽ. ഫോർ എക്സാമ്പിൾ കമ്പനിയുടെ സെയിൽസ് സിസ്റ്റം പ്രോപ്പറായിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്നില്ല. ശ്രദ്ധിക്കുക, കമ്പനിയുടെ സെയിൽസ് സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ സെയിൽസ് സിസ്റ്റം എന്താണ്? സെയിൽസ് സോഫ്റ്റ്വെയർ എന്ത് ചെയ്യുന്നില്ല? കറക്റ്റ് ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്നില്ല. അപ്പൊ കറക്റ്റ് ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ആ സോഫ്റ്റ്വെയറിൽ റെക്കോർഡ് ചെയ്യുന്ന സെയിൽസ് എല്ലാം എന്താവും? മിസ്റ്റേറ്റഡ് ആവും. അപ്പൊ സെയിൽസും അതുപോലെ റവന്യൂ, അതുപോലെ റിസീവബിൾസ് ഇതെല്ലാം മിസ്റ്റേറ്റഡ് ആവും എന്ന് നമുക്ക് പറയാം. എപ്പോ മാത്രം? എഫ് എസ് ബാലൻസിനെ ഡയറക്ട്ലി ഇമ്പാക്ട് ചെയ്യുന്ന ഡെഫിഷ്യൻസീസ് ആണെങ്കിൽ. ക്ലിയർ ആണല്ലോ? അപ്പൊ ഇതും നമുക്ക് പറയാം. ഓക്കെ ആണല്ലോ? എപ്പോ മാത്രം? എഫ് എസിനെ ഡയറക്ട്ലി ഇമ്പാക്ട് ചെയ്യുകയാണെങ്കിൽ, എഫ് എസിൽ ഏതെങ്കിലും ഫിഗേഴ്സിനെ ഡയറക്ട്ലി ഇമ്പാക്ട് ചെയ്യുകയാണെങ്കിൽ മിസ്റ്റേറ്റഡ് എഫ് എസ് എന്ന് പറയാം. ഓക്കെ, അതുപോലെ ലോസ് ഓഫ് എംപ്ലോയി അല്ലെങ്കിൽ സപ്ലയർ അല്ലെങ്കിൽ കസ്റ്റമർ ഗുഡ് വിൽ എന്ന് പറയാം. ഓക്കെ, പിന്നെ
ഓവർ ചാർജിങ് അല്ലെങ്കിൽ ഓവർ പേയ്മെന്റ് എപ്പോഴും ഉണ്ടാവുക നമ്മൾ റീകൺസിലേഷൻസ്, നമ്മൾ കസ്റ്റമർ റീകൺസിലേഷൻ ഉണ്ട്, അതുപോലെ നമ്മുടെ സപ്ലൈ റീകൺസിലേഷൻസ് ഉണ്ട്. ഈ റീകൺസിലേഷൻസ് നമ്മൾ പ്രോപ്പറായിട്ട് ടൈംലി പ്രിപ്പയർ ചെയ്തിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ പെർഫോം ചെയ്തിട്ടില്ലെങ്കിൽ എന്തുണ്ടാവും, നമ്മൾ എന്തുണ്ടാവും, അണ്ടർ ചാർജിങ് അല്ലെങ്കിൽ ഓവർ ചാർജിങ് ഒക്കെ നടക്കാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ മിസ് പേയ്മെന്റ്സ് ഒക്കെ നടക്കാൻ സാധ്യതയുണ്ട്. പിന്നെ ഫൈനലി റിസ്ക് ഓഫ് ഫ്രോഡ് ഓർ എറേഴ്സ്. അപ്പൊ നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ പഠിച്ചു വെച്ചോ. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം വെച്ചിട്ടാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, നിങ്ങളുടെ ഇന്റേണൽ കൺട്രോൾ ഡെഫിഷ്യൻസി എക്സ്പ്ലനേഷൻ കൺക്ലൂഡ് ചെയ്യേണ്ടത്. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഓക്കെ, ഇത്രയാണ് എക്സ്പ്ലനേഷനിൽ വരുന്നത്. ഓക്കെ അല്ലേ? 1 മാർക്ക് സെറ്റാണ്. ഇനി റെക്കമെൻഡേഷൻ നോക്കാം. ശ്രദ്ധിക്കണേ, റെക്കമെൻഡേഷൻ വരുന്ന സമയത്ത് നമ്മൾ റെക്കമെൻഡേഷൻ കൊടുക്കേണ്ടത് എന്താന്ന് വെച്ചാൽ, നമ്മൾ ഐഡന്റിഫൈ ചെയ്ത ഡെഫിഷ്യൻസി ഉണ്ടല്ലോ, ഐഡന്റിഫൈ ചെയ്ത ഡെഫിഷ്യൻസി എങ്ങനെ സോൾവ് ചെയ്യാമെന്ന് പറയണം. ഐഡന്റിഫൈ ചെയ്ത ഡെഫിഷ്യൻസി കേട്ടോ, ഐഡന്റിഫൈ ചെയ്ത അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്ത ഡെഫിഷ്യൻസി ഉണ്ടല്ലോ, അതെങ്ങനെ സോൾവ് ചെയ്യാം. എങ്ങനെ സോൾവ് ചെയ്യാം? സോൾവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം, കമ്പനിയിൽ കൺട്രോൾ ആക്ടിവിറ്റി ഇംപ്ലിമെന്റ് ചെയ്യണം. കമ്പനിയിൽ കൺട്രോൾ ആക്ടിവിറ്റീസ് ഇംപ്ലിമെന്റ് ചെയ്യണം. എന്തൊക്കെയാ കൺട്രോൾ ആക്ടിവിറ്റീസ്? ഇതാ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത്രയും കൺട്രോൾ ആക്ടിവിറ്റീസ് ഉണ്ട്. അപ്പൊ ഇത്രയും കൺട്രോൾ ആക്ടിവിറ്റീസിൽ കമ്പനിയിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവിടെ ഡെഫിഷ്യൻസീസ് ഉണ്ടാവില്ല. ദാറ്റ് മീൻസ് ഇന്റേണൽ കൺട്രോൾസ് എന്തായിരിക്കും, സ്ട്രോങ് ആയിരിക്കും. ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണല്ലോ? അതുപോലെ തന്നെ നിങ്ങൾ റെക്കമെൻഡേഷൻസ് കൊടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം, ഡീറ്റെയിലിംഗ് കൊടുക്കണം. എന്താ ഡീറ്റെയിലിംഗ് എന്ന് വെച്ചാൽ, ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു കൺട്രോൾ ആക്ടിവിറ്റി പറഞ്ഞു. ഫോർ എക്സാമ്പിൾ പെർഫോം ബാങ്ക് റീകൺസിലേഷൻ പെർഫോം ചെയ്യാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ റീകൺസിലേഷൻ പെർഫോം ചെയ്യാൻ വേണ്ടി പറഞ്ഞു, ദാറ്റ് ഈസ് കൺട്രോൾ ആക്ടിവിറ്റി അല്ലെ. റീകൺസിലേഷൻസ് പെർഫോം ചെയ്യുക എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ്സ് എ കൺട്രോൾ ആക്ടിവിറ്റി. അപ്പൊ പെർഫോം ബാങ്ക് റീകൺസിലേഷൻ എന്ന് മാത്രം പറഞ്ഞാൽ പോരാ. നിങ്ങൾ എന്ത് പറയണം? ആരാണിത് പെർഫോം ചെയ്യേണ്ടത്, ആരാണിത് റിവ്യൂ ചെയ്യേണ്ടത്? പറ്റുമെങ്കിൽ എപ്പോഴൊക്കെ പ്രിപ്പയർ ചെയ്യണം? മന്ത്ലി ആണോ, വീക്ക്ലി ആണോ, റെഗുലർ ബേസിസിലാണോ? അതുപോലെ ആരാണിത് റിവ്യൂ ചെയ്യേണ്ടത്, ആരത് സൈൻ ഓഫ് ചെയ്യേണ്ടത് എന്നൊക്കെ എന്ത് ചെയ്യാം, നമുക്ക് പറയാം. അങ്ങനെ അഡീഷണൽ ഡീറ്റെയിലിംഗ് കൊടുക്കാം. ഹു ഷുഡ് പെർഫോം, ഏത് ഇന്റർവെല്ലിലാണ് പെർഫോം ചെയ്യേണ്ടത്, വീക്ക്ലി ആണോ, മന്ത്ലി ആണോ, റെഗുലർ ബേസിസിലാണോ, ആൻഡ് വർക്ക് റിവ്യൂ ചെയ്യാം എന്ന് പറയാം. ഇതൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യാണ്, അഡീഷണൽ ഡീറ്റെയിലിംഗ് ആയിട്ട് കൊടുക്കുന്നത്. അപ്പോഴാണ് 1 മാർക്ക് കിട്ടുക. ലെറ്റ്സ് സീ വൺ എക്സാമ്പിൾ. ഓക്കെ, ഒരു എക്സാമ്പിൾ നോക്കാം. ഇവിടെ പറയുന്നുണ്ട് അമെൻമെന്റ്സ് സംഭവിക്കുന്നുണ്ട്. Okay. Edit report of any amendments is produced weekly by the system but not reviewed. അപ്പോ എഡിറ്റ് റിപ്പോർട്ട് ഉണ്ടാക്കുന്നുണ്ട്. എപ്പോഴും എഡിറ്റ് റിപ്പോർട്ട് ഇഷ്യൂ ചെയ്യണ്ടേ? കമ്പനിയിലെ സിസ്റ്റത്തിനകത്ത് എന്തെങ്കിലും അമെൻമെന്റ്സ് സംഭവിച്ചാൽ, സോഫ്റ്റ്വെയറിനകത്ത് എന്തെങ്കിലും അമെൻമെന്റ്സ് സംഭവിച്ചു കഴിഞ്ഞാൽ എഡിറ്റ് റിപ്പോർട്ട് ഇഷ്യൂ ചെയ്യണം. പക്ഷേ ഇവിടെ നിന്ന് സംഭവിക്കുന്നത്, ഈ എഡിറ്റ് റിപ്പോർട്ട് എന്ത് ചെയ്യുന്നില്ല, റിവ്യൂ ചെയ്യുന്നില്ല, റിവ്യൂ നടക്കുന്നില്ല. അപ്പൊ റിവ്യൂ, ഒരു സീനിയർ ഒഫീഷ്യൽ അത് റിവ്യൂ ചെയ്തിട്ടില്ലെങ്കിൽ ഉണ്ടാകാൻ പോകുന്ന പ്രശ്നം എന്തുണ്ടാവുക? അത് സീനിയർ ഒഫീഷ്യൽ റിവ്യൂ ചെയ്തിട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കും? അവിടെ എന്ത് സംഭവിക്കാറുണ്ട്? ഫ്രോഡ് അല്ലേ? ഫ്രോഡിന് സാധ്യത ഉണ്ടല്ലോ അല്ലെ? ബിക്കോസ് നിങ്ങൾ ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ പേപ്പർ എക്സാമിനർ കറക്റ്റ് ചെയ്യുന്നില്ല എന്ന് വിചാരിക്കാം. അങ്ങനെയാണ് ഇത് സംഭവിക്കും.
കറക്റ്റ് റിസൾട്ട് കിട്ടുമോ? അല്ലെങ്കിൽ എവിടെയൊക്കെയാണ് തെറ്റിയിട്ടുള്ളത്, അല്ലെങ്കിൽ ആരൊക്കെയാണ് ഫെയിൽ ആയത്, ആരൊക്കെയാണ് പാസ് ആയതെന്ന് അറിയാൻ പറ്റുമോ? നിങ്ങളുടെ പേപ്പർ കറക്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അറിയാൻ പറ്റില്ല. അതുപോലെ തന്നെ ഇവിടെ റിപ്പോർട്ട് റിവ്യൂ ചെയ്തിട്ടില്ലെങ്കിൽ എന്തുണ്ടാവും? ഫ്രോഡ്, എറേഴ്സ് ഒന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല. അങ്ങനെയാണ് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. ക്ലിയർ ആണല്ലോ? ഇപ്പൊ നമ്മൾ ഐഡന്റിഫൈ ചെയ്തു, ഐഡന്റിഫിക്കേഷൻ ഹാഫ് മാർക്ക് കിട്ടി, ദെൻ വി ഹാവ് ടു എക്സ്പ്ലെയിൻ. അപ്പൊ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു എന്ത്? ഫ്രോഡ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്, എറേഴ്സ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഫ്രോഡ് ഉണ്ടാവും, എറേഴ്സ് ഉണ്ടാവും, അതുകൊണ്ട് എന്തുണ്ടാവും? മിസ് പേയ്മെന്റ് സംഭവിക്കാം. അങ്ങനെ മിസ് പേയ്മെന്റ് സംഭവിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? എംപ്ലോയി ഗുഡ് വിൽ എന്ത് ചെയ്യും? നഷ്ടപ്പെടും. ആൻഡ് ഓൾസോ മിസ്സ്റ്റേറ്റഡ് പേറോൾ എക്സ്പെൻസും ആവാൻ സാധ്യതയുണ്ട്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? അപ്പൊ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യണം. നമ്മൾ പറയുന്നു ഫ്രോഡ്, എറേഴ്സ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് എന്തുണ്ടാവും? കസ്റ്റമേഴ്സിനല്ല, എംപ്ലോയീസിന് മിസ് പേയ്മെന്റ്സ് പോവാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് എന്ത് ചെയ്യും? എംപ്ലോയി ഗുഡ് വില്ലിനെ എഫക്ട് ചെയ്യുമെന്ന് പറയാം. ക്ലിയർ ആണല്ലോ? ഓക്കെ. ഇനി വാട്ട് വിൽ ബി ദ കൺട്രോൾ റെക്കമെൻഡേഷൻ? എന്തായിരിക്കും കൺട്രോൾ റെക്കമെൻഡേഷൻ ഇവിടെ? അപ്പൊ ഇവിടെ ഉള്ളൊരു ഡെഫിഷ്യൻസി എന്താണ്? എഡിറ്റ് റിപ്പോർട്ട് റിവ്യൂ ചെയ്യുന്നില്ല എന്ന പ്രശ്നമാണ്. അപ്പൊ നമുക്ക് എന്ത് പറയാം? എഡിറ്റ് റിപ്പോർട്ട് റിവ്യൂ ചെയ്യണം. ആരാ റിവ്യൂ ചെയ്യണ്ടേ? നമ്മൾ റിവ്യൂ ചെയ്യണം, റെഗുലർ ബേസിസിൽ റിവ്യൂ ചെയ്യണം. ബൈ ഹൂം? ഒരു സീനിയർ ഒഫീഷ്യലാണ് എന്ത് ചെയ്യണത്? റിവ്യൂ ചെയ്യേണ്ടത്. കണ്ടോ? അത്രയും ഡീറ്റെയിലിംഗ് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് റിവ്യൂ ചെയ്യാ എന്ന് മാത്രം പറയുന്നില്ല. അത് മാത്രം പറഞ്ഞാൽ പോരാ. റിവ്യൂ ചെയ്യണം, റെഗുലർ ബേസിസിൽ റിവ്യൂ ചെയ്യണം ബൈ എ സീനിയർ ഒഫീഷ്യൽ. ആൻഡ് ഓൾസോ എന്ത് ചെയ്യണം? ഇതെന്ത് ചെയ്യണം? റിവ്യൂ ചെയ്ത ആൾ എന്ത് ചെയ്യണം? സൈൻ ഓഫും ചെയ്യണം. അപ്പോഴാണ് അറിയാൻ പറ്റുക ആരാണ് റിവ്യൂ ചെയ്തത്. അപ്പൊ ഇങ്ങനെ ഡീറ്റെയിലിംഗ് കൊടുത്താലാണ് നമുക്ക് 1 മാർക്ക് കിട്ടുള്ളൂ. ജസ്റ്റ് റിവ്യൂ ചെയ്യാ എന്ന് മാത്രം പറഞ്ഞു കഴിഞ്ഞാൽ ഹാഫ് മാർക്കേ നമുക്ക് കിട്ടാൻ സാധ്യതയുള്ളൂ. ക്ലിയർ ആണല്ലോ?